വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ പിറ്റേന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് കടവെന്ന് പറയുന്നൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇത് ആലുവ പറൂക്കവലയിൽ നിന്ന് പോകുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നത്. കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഗൂഗിളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ബൊഫറ്റ് കഴിക്കാനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പോയത്. പക്ഷേ പ്രൈസ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയത് കാരണം ആദ്യം ഇത് വേണ്ടാന്ന് വെച്ചു. ഇതിനെപ്പറ്റി അറിയുമ്പോൾ ഇതിന് 300 റുപ്പീസ് ഉണ്ടായുള്ളൂ. പക്ഷേ ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ പെർ പേഴ്സൺ 410 റുപ്പീസാണ് ഒരു ബൊഫറ്റിന് വന്നത്. അപ്പോൾ ഞങ്ങൾ നോർമൽ മെനുവിലേക്ക് പോകാമെന്ന് കരുതി ആ ഒരു സൈഡിലേക്ക് ചെന്നു. പക്ഷേ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, സർവീസ് കുറച്ച് എന്താ പറയുക ലോ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റു. മാത്രമല്ല നമ്മൾ സെപ്പറേറ്റ് ഐറ്റംസ് വാങ്ങുമ്പോൾ നല്ല റേറ്റ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിനും ഈ ഒരു ബൊഫറ്റ് ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബൊഫറ്റ് ചൂസ് ചെയ്തു. അങ്ങനെ അവിടെ ആദ്യം തന്നെ സാലഡ്സിൻ്റെയും സാൻഡ്വിച്ചിൻ്റെയും സെഷൻ ഉണ്ട്. പിന്നെ അപ്പം, പൊറോട്ട, പത്തിരി ആ ഒരു സെഷൻ, പനീർ ബട്ടർ മസാല, ചിക്കൻ, ബീഫ്, ഫിഷ്, എല്ലാ ടൈപ്പ് റൈസ്, കപ്പ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും അവർ എന്താ പറയുക കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ മീറ്റ്, ചിക്കൻ, മീറ്റ് ആ ഒരു ഐറ്റം, സീ ഫുഡ് ഐറ്റംസ്, ഡെസേർട്ട്സ്, സാലഡ്സ്, ജ്യൂസ്, സൂപ്പ്, അങ്ങനെ എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതാകുമ്പോൾ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാം. നമ്മൾ കരുതും ഒരുപാട് കഴിക്കാമെന്നൊക്കെ കരുതും, പക്ഷെ പറ്റില്ല. ഞാൻ അങ്ങനെയൊക്കെ കരുതിയാണ് ഞാനും എടുത്തത്. പക്ഷെ പറ്റില്ല, നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്യാന്നുള്ളതല്ലാണ്ട് ആ ഒരു റേറ്റിനുള്ളത് നമുക്ക് എന്തായാലും അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. അതിനുള്ളൊരു കപ്പാസിറ്റി എനിക്കും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരോ പ്ലേറ്റേഴ്സ് എടുത്തു. ഞാനപ്പോൾ സാലഡ്സിൻ്റെ ഒരു പ്ലേറ്റായിട്ട് എടുത്തിട്ടുണ്ടായി. അതിൻ്റെ ഒപ്പം ഫ്രൈസ് ഉണ്ടായി, വെജീസ് ഉണ്ടായി, എഗ്ഗ് ഉണ്ടായി, സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കവിടെ സീ ഫുഡിനേലും കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ ചിക്കൻ കറി 65, ചിക്കൻ 65, ബീഫ്, പിന്നെ ചില്ലി ഗോബി പോലത്തെ എന്തൊരു ഐറ്റം ഉണ്ടായി, പിന്നെ പനീർ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായ കുറച്ച് ഐറ്റംസാണ്. പിന്നെ അവരുടെ സാൻഡ്വിച്ചും എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ എല്ലാത്തിൽ നിന്നും എടുത്തു. ഞാൻ സീ ഫുഡിലേക്ക് അധികം അങ്ങോട്ട് പോയില്ല. എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ടായില്ല, അതുകൊണ്ടാണ്. അങ്ങനെ എല്ലാം കുഴപ്പമില്ലാണ്ട് കഴിച്ചു. വയറ് നിറച്ച് കഴിക്കാനുള്ളൊരു ഇതുണ്ടായില്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് റിഗ്രറ്റ് അടിച്ചു. അത്രയും എമൗണ്ട് കൊടുത്തിട്ട് അതിനനുസരിച്ച് കഴിക്കാൻ പറ്റില്ല എന്നോർത്ത്. എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റി. നമ്മൾ നോർമൽ മെനുവിലാണ് ഇരിക്കണമെങ്കിൽ നമുക്കത് ഭയങ്കര നഷ്ടമായിരിക്കും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തത് ലാഭമായിട്ട് തോന്നി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ എയർപോർട്ടിൽ പോകാം, അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ബാക്കിൽ പോകാമെന്ന് കരുതിയത്. എയർപോർട്ടിൻ്റെ ബാക്കിൽ അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. കുറേ അധികം ടേക്ക് ഇൻ ടേക്ക് ഓഫൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിക്കൂടെ. അങ്ങനെ കുറച്ചധികം നേരം തന്നെ അവിടെ ഇരുന്നു. ഈവനിങ് ടൈമിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോണത്. അല്ലെങ്കിൽ ഞങ്ങൾ നൈറ്റ് ഒരു ടൈമിലേക്ക് പോവാറ്. എനിക്ക് തോന്നുന്നു നൈറ്റിനേലും കൂടുതൽ അവിടെ നമുക്ക് ആ ഒരു വ്യൂ കാണാനായിട്ട് ഇച്ചിരി കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇതിപ്പോൾ ഈവനിങ് പോയപ്പോഴായിരുന്നു. സ്കൈ ആയിക്കോട്ടെ മൊത്തത്തിൽ നല്ല ഭംഗിയാണ്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല പറ്റിയൊരു ടൈമാണ്. ഒരു ചായയൊക്കെ കുടിച്ച് നിന്ന് അവിടെയിരുന്ന് കാണാനായിട്ട് പറ്റിയൊരു അടിപൊളി ടൈം എനിക്ക് ഈവനിങ് ആയിട്ട് തോന്നി. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ റഷാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു സൺസെറ്റിൻ്റെയൊക്കെ ഒരു ടൈമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗോൾഡൻ ഹവറായിരുന്നു അവിടെ. മൊത്തത്തിൽ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങാറായ ടൈമിൽ തന്നെ
നല്ല ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്കേ കിട്ടിയുള്ളൂ. ഭയങ്കര ബ്ലോക്കായിപ്പോയി. വന്ന വഴിയല്ല, തിരിച്ച് വേറെ വഴിയൊക്കെ വരേണ്ടി വന്നായിരുന്നു. പക്ഷേ നല്ലൊരു സൺസെറ്റും അതുപോലെ തന്നെ നല്ല കുറേ ഫോട്ടോസും സംഭവമൊക്കെ എടുത്തിട്ട് നമ്മളവിടുന്ന് പയ്യെ ഇറങ്ങി. അപ്പോൾ ഈ എയർപോർട്ടിൽ തന്നെ കേസ് ഞങ്ങളൊട്ടും എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഫുഡ് കഴിക്കാൻ പോവാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ അവിടുത്തെ ബ്ലോക്കൊക്കെ കടന്ന് കിട്ടാൻ തന്നെ ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ചെറിയൊരു വഴിയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് വന്ന വണ്ടിയൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്കാണ് പോയത്. ഫ്രൂട്ട് ബേയിലേക്കാണ് പോയത്. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ പറയണം അവിടെ പോണ കേസ്. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ അവിടെ കയറിയിട്ട് വരാമെന്ന് എഴുതി. വേറെ ഒന്നും കഴിക്കാനായിട്ട് തോന്നിയില്ല, കാരണം എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഡ്രിങ്ക് പോലെയോ ഫലൂദ പോലെയോ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഇതിപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രൂട്ട് ബേയിൽ ഇതുവരെയും കയറിയിട്ടില്ല. ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് ഫ്രോസൺ ബോട്ടിൽ, ഹാഷ് മോമോസൊക്കെ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ്. അവിടെയൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഫ്രൂട്ട് ബേയിൽ ഇതുവരെ ഞാൻ കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ അവരുടെ മെനു ഒക്കെ കൊള്ളാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫലൂദയാണ് ഓർഡർ ചെയ്തത്. ഞാനൊരു ടെൻഡർ കോക്കനട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് കണ്ടവർക്കറിയാം, ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കായിരുന്നു എനിക്ക് ഉമ്മ ഉണ്ടാക്കി തന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവർ എന്നല്ല, എനിക്ക് കേക്ക്, ഷേക്ക്, ഐസ്ക്രീംസ് ഇതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരിതാണ് ടെൻഡർ കോക്കനട്ട്, പിന്നെ മാംഗോയും. അപ്പോൾ അങ്ങനെ ഞാൻ ടെൻഡർ കോക്കനട്ട് പറഞ്ഞു, ഒരാൾ ഡ്രൈ ഫ്രൂട്ട് ഫലൂദ പറഞ്ഞു, ഒരാൾ മിക്സ്ഡ് ഫ്രൂട്ട് ഫലൂദ പറഞ്ഞു. അങ്ങനെ ആയിരുന്നു എൻ്റെ ടെൻഡർ കോക്കനട്ട്. ഇതിൻ്റെ ഉള്ളിൽ ജെല്ലീസൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ അവിടെ ഇപ്പോൾ കറൻ്റ്ലി ഓൺ ഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പാലട സൺഡേ. അപ്പോൾ അത് ട്രൈ ചെയ്തത് ഓണം ബേസിൽ വന്നതാണ്. അപ്പോൾ എനിക്ക് അതിൽ അവർ ചിപ്സും അതുപോലെ തന്നെ മറ്റേ ശർക്കര വരട്ടിയില്ലേ അത് ഇട്ടിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതുകൂടി വന്നായിരുന്നു എനിക്കെന്തോ അതിനോട് അത്ര ഒരു ഇത് തോന്നിയില്ല. സാധനം നല്ല അടിപൊളി മധുരവും ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വന്ന വഴിക്ക് വീട്ടിലേക്ക് വാപ്പിക്ക് ഷവർമ ഞങ്ങൾ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി അൽത്താസ കയറിയിട്ടുണ്ടായി. അങ്ങനെ അൽത്താസ കയറിയിട്ട് നമ്മൾ ഷവർമയൊക്കെ വാങ്ങിയിട്ടാണ് നേരെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ഔട്ടിങ്, ഫുഡിങ് അങ്ങനെയൊക്കെ പറയാം, ഒരു വ്ളോഗ്. ഈ വെക്കേഷനൊക്കെ കഴിയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ചെറിയ വിശേഷങ്ങൾ. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതണം. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.